Good day everyone. Welcome to Pathways IAS Academy. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ആ വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ NCERTs വായിക്കണം എന്നുള്ളത് തന്നെയാണ്. അതായത് ദ ഇമ്പോർട്ടൻസ് ഓഫ് NCERTs ഇൻ ക്ലിയറിംഗ് പ്രിലിംസ് എന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നോക്ക്, ഈ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ, അല്ലെങ്കിൽ NCERTസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കാത്തൊരു കാര്യം, UPSC എപ്പോഴും സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് എന്നുള്ളത് തന്നെയാണ് എപ്പോഴും നമ്മുടെ സംശയം. അല്ലെങ്കിൽ UPSC എവിടുന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്. ആ ഒരു സംശയം ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തീർത്ത് തരുന്നതായിരിക്കും ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സംശയം ഇന്നത്തെ ക്ലാസ്സോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. അതായിരിക്കും ഈ ഒരു ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ആസ് ഐ ഓൾറെഡി സെറ്റ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് NCERTs. സോ വൈ NCERTs? ഏറ്റവും എളുപ്പമുള്ള ഉത്തരം എന്ന് പറയുന്നത് UPSC അതിൻ്റെ ഒരു ലാസ്റ്റ് 8 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 30% to 40% ഓഫ് ദി ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് NCERTs തന്നെയാണ്. എന്തുകൊണ്ട് UPSC NCERT സോഴ്സായി എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് NCERTs. അതായത് നമ്മളെല്ലാവരും തന്നെ CBSEക്ക് പഠിക്കുമ്പോൾ 6th തൊട്ട് 12th വരെയുള്ള NCERTs നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. അതെല്ലാം ഉണ്ടാക്കുന്ന ആരാണ്? ഗവൺമെൻറ് തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും ഫാക്കൽറ്റീസും അങ്ങനെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ വളരെ ഒത്തിരി വെരിഫിക്കേഷനിലോട് കൂടി പോകുന്ന ബുക്കുകളാണ് നമ്മുടെ ഈ NCERTs. അതുകൊണ്ട് തന്നെയാണ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ തന്നെ UPSCക്ക് എപ്പോഴും ചോദ്യം ഇടേണ്ട ആവശ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ അത് പിന്നീട് ഡിസ്പ്യൂട്ടഡ് ആയി പോകും. അതിനെ മറികടക്കാൻ വേണ്ടി തന്നെയാണ് UPSC എപ്പോഴും എന്ത് ചെയ്യുന്നത്, മോസ്റ്റ്ലി ചോദ്യങ്ങളെല്ലാം തന്നെ NCERTs എടുക്കാറുള്ളത്. എന്നാൽ മുഴുവൻ ചോദ്യങ്ങളും NCERTs ആണ് എന്ന് പറയുന്ന ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഗവൺമെൻറ് തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് മാഗസീനുകളും യോജനകളും കുരുക്ഷേത്രകളും അങ്ങനെയുള്ള മാഗസീനുകളായിക്കോട്ടെ, അതുകൂടാതെ തന്നെ ഗവൺമെൻറ് സൈറ്റായിട്ടുള്ള PIB അഥവാ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്നും വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സുകൾ തന്നെയാണ് UPSC എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇടാറുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള ഒത്തിരി ഗവൺമെൻറ് റിപ്പോർട്ടുകൾ നമുക്കറിയാവുന്നതാണ്. ബഡ്ജറ്റ് ആയിക്കോട്ടെ, എക്കണോമിക് സർവേകളായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഇഗ്നോ മെറ്റീരിയൽസ് അഥവാ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റീസിൻ്റെ മെറ്റീരിയൽസ് ആയിട്ടുള്ള BA MA പുസ്തകങ്ങളാണെങ്കിൽ UPSC അതിൽ നിന്നും ചോദ്യങ്ങൾ ഇടാറുണ്ട്. പക്ഷെ എന്നാൽ കൂടി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ ഈ NCERTs തന്നെയാണ്. ഈ NCERTസിൻ്റെ ഒരു ഫാസിനേഷൻ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഡീപ്പായിട്ട് നമ്മൾ പിന്നീട് NCERTs വായിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെ. നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് തന്നെ പോകാം. സോ ഇവിടെ 2023 നമ്മളെല്ലാവരും ഫാസിനേറ്റ് ചെയ്യിപ്പിച്ച ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിലെ ഒരു ചോദ്യമായിരുന്നു നമ്മുടെ ജോഗ്രഫിയിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. ലിംനൈറ്റ് ആൻഡ് റൂട്ടൈൽ abundantly available in certain coastal tracts of India are rich sources of which of the following? Option 1 aluminum ആണ്, Option 2 copper, Option 3 iron and Option 4 titanium. ഇതിൻ്റെ ഒരു ഉത്തരം ഇവിടെ ടൈറ്റേനിയം തന്നെയാണ്. എന്തുകൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് ടൈറ്റേനിയം കൊടുത്തു എന്ന് വെച്ചാൽ, നമ്മൾ തിരുവനന്തപുരത്ത് കൂടെ തന്നെ പോകുമ്പോൾ നമ്മളെപ്പോഴും ടൈറ്റേനിയത്തിൻ്റെ ബസ്സുകൾ ഇവിടെ കാണില്ല, അതായത് ടൈറ്റേനിയം ലിമിറ്റഡിൻ്റെ ബസ് ഇവിടെ കാണാറുണ്ട്. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ സിറ്റിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു സമയത്ത് ടൈറ്റേനിയം കൊടുത്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലോജിക്കലി തന്നെ ഈ ഒരു ചോദ്യം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം abundantly available in certain coastal tracts of India എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അലൂമിനിയം ഒരിക്കലും കോസ്റ്റൽ ട്രാക്റ്റിലല്ല നമ്മൾ കാണുന്നത്, നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കോപ്പർ ആണെങ്കിലും നമ്മുടെ അതേ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റിയിലാണ് നമ്മൾ കൂടുതലും കാണാറുള്ളത്. അതുപോലെ തന്നെ അയൺ ആണെങ്കിലും മോസ്റ്റ്ലി ഫൗണ്ട് ആയിട്ടുള്ളത്, അയൺ ആണെങ്കിലും നമ്മളിവിടെ മോസ്റ്റ്ലി കാണുന്നത് നമ്മുടെ ആ ഒരു ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്ക് ടൈറ്റേനിയം ഉത്തരമായിട്ട് വരുന്നത്. പക്ഷെ ഞാനിവിടെ പറയാൻ വന്നൊരു കാര്യം അതല്ല. NCERTസിൻ്റെ ഇമ്പോർട്ടൻസ് ആണല്ലോ നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് UPSC ഈ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വെച്ചാൽ, നമ്മൾക്കിവിടെ NCERTസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ്, അതായത് നമ്മുടെ NCERT 5th-ലോ 8th-ലോ ചാപ്റ്ററാണിത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സിൽ ഇവിടെ കാണാൻ പറ്റും എ ബ്രൈറ്റ് സ്മൈൽ ഫ്രം ദ ടൂത്ത് പേസ്റ്റ് ആൻഡ് മിനറൽസ്. ടൂത്ത് പേസ്റ്റ് ക്ലെൻസ് യുവർ ടീത്ത്. Abrasive minerals like silica, limestone, aluminum oxide and various other phosphate minerals do the cleaning. Second sentence ഇവിടെ വായിക്കാം. Fluoride, which is used to reduce cavities, comes from a mineral fluoride. Most toothpaste are made white from titanium oxide, which comes from minerals called rutile, limonite and anatase. അപ്പോൾ 2023 ചോദിച്ച UPSC ചോദ്യം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? നമ്മൾ ഈ കാണുന്ന NCERTയിൽ നിന്ന് തന്നെയാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും UPSC
നമ്മുടെ വളരെ ഡീപ്പായിട്ട് തന്നെ NCERTs വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എപ്പോഴും എന്താണ് ഇത്തരം ബോക്സുകളിൽ നിന്ന് UPSC പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങളും ഞാൻ ഇതേ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2022 നമ്മളെല്ലാവരും അത്യാവശ്യം കുഴപ്പിച്ച ഒരു മോഡേൺ ഹിസ്റ്ററി ചോദ്യം കൂടിയാണിത്. നമുക്ക് ഇതിലേക്ക് പോകാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒരുമിച്ച് വായിക്കാം. വിത്ത് റെഫറൻസ് ടു മദനപ്പള്ളി ഓഫ് ആന്ധ്രാപ്രദേശ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ, Pingali Venkaiah designed the tricolor Indian national flag here. Second one, Pattabi Sitramaiah led the Quit India movement of Andhra region from here. Third option, Rabindranath Tagore translated the national anthem from Bengali to English here. And finally, the fourth option, Madam Blavatsky and Colonel Olcott set up the headquarters of Theosophical Society here. So, ഇവിടെയും നമ്മൾ നോക്കേണ്ട കാര്യം UPSC എന്തുമാത്രം ഡീറ്റെയിൽ ആയിട്ടാണ് അല്ലെ ഡെപ്തിൽ നിന്നാണ് ചോദ്യം ചോദിച്ചതെന്ന് നോക്കണം. നമ്മുടെ ഈ ഉത്തരത്തിൻ്റെ സോഴ്സ് നിങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും നെറ്റുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സോഴ്സ് കാണിച്ചു തരാം. നമ്മളെ എല്ലാ NCERTസിലും ആദ്യമായിട്ട് തന്നെ നമ്മുടെ പ്രിയാമ്പിളും അതുപോലെ തന്നെ ജനഗണമനയും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കാണാൻ പറ്റും. ആ ജനഗണമനയുടെ തന്നെ താഴെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നിങ്ങൾക്കിവിടെ വായിക്കാം. The Janaganamana was translated by Gurudev Rabindranath Tagore from Bengali to English in February 1919 at Madanapalli in the district of Chittoor. അതായത് NCERTയിലുള്ള പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൽ നിന്ന് പോലും എല്ലാ UPSC പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് എവിടെയാണ്? നമ്മുടെ പ്രിയാമ്പിൾ ആയിക്കോട്ടെ, നമ്മുടെ ആദ്യ പേജ് ആയിക്കോട്ടെ, നമ്മുടെ രണ്ടാമത്തെ പേജ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഇൻട്രൊഡക്ഷനിലും അബ്സ്ട്രാക്റ്റുകളിൽ നിന്നും പലപ്പോഴും സോഴ്സുകളിൽ നിന്നുമാണ് UPSC എന്ത് ചെയ്യുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതോടുകൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയൊരു സമ്മറൈസ്ഡ് ആയിട്ട് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ നമ്മൾക്കിനി 2023 UPSC NCERT ഡയറക്ട്ലി സോഴ്സ് ആയിട്ട് തന്നെ എടുത്തിട്ടുള്ള സർട്ടൻ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ഇവിടെ പോകാൻ പറ്റും. സോ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വിത്ത് റെഫറൻസ് ടു ഏൻഷ്യന്റ് സൗത്ത് ഇന്ത്യ, കോർക്കെ, പോംപുഹർ ആൻഡ് മുച്ചേരി വെർ വെൽ നോൺ ആസ് ക്യാപിറ്റൽ സിറ്റീസ്, പോർട്സ്, സെന്റേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ മേക്കിംഗ് ആൻഡ് shrines ഓഫ് ജെയിൻ തീർത്ഥങ്കരാസ്. സോ ഇതും കുറച്ചുകൂടി വളരെ എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. ബിക്കോസ് എസ്പെഷ്യലി നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് തന്നെ മുച്ചേരി എന്ന് പറയുന്നത് മുസേരിയസ് ആണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്തെടുക്കാൻ പറ്റും? പോർട്സ് തന്നെ ഉത്തരത്തിലേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ എന്നാൽ കൂടി ഇതേ ചോദ്യവും നമുക്ക് എവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ NCERTസിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ 11th NCERTയിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമ്മുടെ മാപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ മാപ്പിൽ തന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഇന്ത്യയിലുള്ള പോർട്ടുകളെ കുറിച്ച് നമുക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൗണുകളെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? പോംപുഹാർ എന്നെഴുതിയിട്ട് അഥവാ പൂഹാർ എന്നെഴുതിയിട്ട് നമ്മുടെ ചോദ്യത്തിൻ്റെ തന്നെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ള പോംപുഹാർ ഇവിടെ കൊടുത്തിട്ടും കാണാം. അപ്പോൾ ഈ ഒരു ചോദ്യമാണെങ്കിലും ഡയറക്ട്ലി UPSC NCERTസിൽ തന്നെയാണ് ഈ ഒരു ചോദ്യം എടുത്തിട്ടുള്ളത്. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ അഥവാ ഒരു ഏൻഷ്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ, in which one of the following regions was Danyagada, which flourished as a prominent Buddhist center under the Mahasanghikas located? മഹാസംഘികാസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ധന്യഗതക എന്ന് പറയുന്ന ഒരു സ്ഥലം ഏത് റീജിയനിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ മഹാസംഘികാസിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, അവർ ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു പ്രോമിനൻ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ സെൻറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളൊരു കാര്യവും നമ്മളിവിടെ അറിയേണ്ടത് തന്നെ ആവശ്യമുണ്ട്. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ആന്ധ്ര, സെക്കൻഡ് വൺ ഗാന്ധാര, തേർഡ് വൺ കലിംഗ ആൻഡ് ദ ഫോർത്ത് വൺ മഗധ. സോ ഇതിൻ്റെ ഒരു ഉത്തരമാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം എവിടെ നിന്ന് എടുത്തു എന്ന് ചോദിച്ചാൽ ഇതും ഡയറക്ട്ലി ഫ്രം NCERTs തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ മാപ്പിൽ നിന്ന് തന്നെയാണ് UPSC എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ചോദ്യം കൂടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ എടുത്ത അതേ വളരെ സെയിം മാപ്പ് തന്നെയാണ് ഇവിടെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്ത്? ധന്യഗതക, അതായത് നമ്മുടെ ആന്ധ്ര റീജിയണിൽ നമ്മുടെ ധന്യഗതക കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചോദ്യത്തിലും അല്ലെങ്കിൽ ഈ ഒരു മാപ്പിൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. The third question, with reference to ancient India, consider the following statements. The concept of Buddha is Buddhist in origin. Stupa was generally a repository of relics. Stupa was a votive and commemorative structure in the Buddhist tradition. How many of the statements given above are correct? നമ്മളെല്ലാവരും കുഴപ്പിച്ചിട്ടുള്ള ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നമുക്ക് കഴിഞ്ഞ വർഷം അറൗണ്ട് 30ഓളം ചോദ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലുള്ളൊരു ചോദ്യം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. സോ ദി ഓപ്ഷൻ ഓൺലി 1, ഓൺലി 2, ഓൾ 3 ആൻഡ് നൺ. ഇത്തരം ചോദ്യങ്ങളുടെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ അറിഞ്ഞുകൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
പൊതുവെ എന്താണ് നമ്മുടെ 1 and 2 ഓൺലി, 2 and 3 ഓൺലി. അപ്പോൾ അതിൽ 2 അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി എന്തിലേക്ക് പോകാൻ പറ്റും? 1 and 3 ഓപ്ഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി പോകാൻ പറ്റും. പക്ഷെ എന്നാൽ ആ ഒരു ട്രിക്ക്, ആ ഒരു കാര്യം, അല്ല ആ ഒരു എളുപ്പം നമ്മുടെ ഇത്തരം ചോദ്യങ്ങളിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചും കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ശരിയാക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും UPSC എവിടുന്ന് ഈ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വെച്ചാൽ ഇതും ഡയറക്റ്റ്ലി ഫ്രം NCERTs തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. വൈ വർ ദ സ്തൂപാസ് ബിൽഡ്, അല്ലെ വൈ എന്തുകൊണ്ട് സ്തൂപാസ് ബിൽഡ് ചെയ്തു ഇവിടെ കാണാം. ദ ട്രഡീഷൻ ഓഫ് ഇറക്റ്റിംഗ്, ഇതും നമ്മുടെ അതേ NCERT +1 ടീംസിലുള്ള NCERTs തന്നെയാണ്. ദ ട്രഡീഷൻ ഓഫ് ഇറക്റ്റിംഗ് സ്തൂപാസ് മേ ഹാവ് ബീൻ പ്രീ-ബുദ്ധിസ്റ്റ് ബട്ട് ദേ കെയിം ടു ബി അസോസിയേറ്റഡ് വിത്ത് ബുദ്ധിസം. അതായത് പ്രീ-ബുദ്ധിസ്റ്റ്, അതായത് ബുദ്ധമതത്തിലല്ല ആദ്യമായിട്ട് സ്തൂപാസ് വരുന്നത്, എന്നാൽ അതിന് മുമ്പ് തന്നെ സ്തൂപാസ് വന്നിട്ടുണ്ട്. അതേ ഓപ്ഷൻ തന്നെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിൽ കാണാൻ പറ്റുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് സ്തൂപ ഇസ് ബുദ്ധിസ്റ്റ് ഇൻ ഒറിജിൻ, അതായത് പ്രീ-ബുദ്ധിസ്റ്റ് ആണ് കാലഘട്ടത്തിലാണ് സ്തൂപ ഉണ്ടായിട്ടുള്ളത് എന്ന് NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 നമുക്കിവിടെ ഡയറക്റ്റ്ലി തന്നെ റോങ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. Second one, Ashoka distributed the portions of Buddha's relics to every important town and ordered the construction. നമുക്കിവിടെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷനിലുള്ള ഉത്തരവ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. Since they contain the relics regarded as sacred, the entire stupa came to be venerated as an emblem of Buddha. ഇതേ കാര്യം തന്നെയാണ് UPSC എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്തൂപ വാസ് ജനറലി എ റെപ്പോസിറ്ററി ഓഫ് റിലിക്സ്, അതായത് ബുദ്ധന്റെ നഖങ്ങൾ, പല്ലുകൾ, അതുപോലെ റിലിക്സ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് സ്തൂപാസ്. അതുപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റിന്റെയും ഉത്തരം നമുക്ക് അതേ പാരഗ്രാഫിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സ്തൂപ എന്ന് പറയുന്ന ഒരു കമ്മമറേറ്റീവ് സ്ട്രക്ചർ എന്നാണ് നമ്മുടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നത്. അതേ കാര്യം തന്നെ UPSC നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് കാണാൻ പറ്റും. സ്തൂപങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധന്റെ വെനറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബുദ്ധനെ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് കൂടിയാണ് നമ്മുടെ സ്തൂപാസ് എന്ന് UPSC നമ്മുടെ NCERT സോഴ്സിൽ തന്നെ പറയുന്നത്. ആ ഡയറക്റ്റ് സോഴ്സിൽ നിന്നാണ് UPSC എന്ത് ചെയ്തിട്ടുള്ളത്, 2023 ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാക്കിയിട്ടുള്ളത്. നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With reference to Indian history, Alexander Rhea, A.H. Longhurst, Robert Sewell, James Burgess and Walter Elliot were associated with. നമ്മൾക്ക് എല്ലാവർക്കും മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന് വരും. മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന് വരും 2023 വെറും 2 ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതിലെ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഓപ്ഷൻസ് കൂടി നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് വൺ, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് പ്രസ് ഇൻ കൊളോണിയൽ ഇന്ത്യ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ചർച്ചസ് ഇൻ ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ്, ആൻഡ് ഫോർത്ത് വൺ, കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേസ് ഇൻ കൊളോണിയൽ ഇന്ത്യ. ഇതും നമ്മളെല്ലാവരും അത്യാവശ്യം കുഴപ്പിച്ച ഒരു ചോദ്യം തന്നെയായിരുന്നു. പക്ഷെ എന്നാൽ ഇതിന്റെ സോഴ്സ് നമ്മൾ നോക്കുമ്പോഴും ഡയറക്ട്ലി ഫ്രം NCERTs തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പേരുകൾ ഒന്നുകൂടി നോക്കാം. അലക്സാണ്ടർ റിയ, A.H. Olcott, റോബർട്ട് സീവൽ, ജെയിംസ് ബർഗസ് ആൻഡ് വാൾട്ടർ എലിയട്ട്. ഇതിലെ 1-2 പേരുകൾ ഡയറക്ട്ലി NCERTസിൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. In 1854, Walter Elliot, the commissioner of Guntur, visited Amaravati and collected several structural panels and took them away to Madras. അതായത് എലിയട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി പല പാനൽസ് എടുക്കുകയും അത് പിന്നീട് മദ്രാസിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പാനൽസും അങ്ങനെ അദ്ദേഹം സ്കൾപ്ചേഴ്സും കാര്യങ്ങളും തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതായത് ആരാണ് അദ്ദേഹം, അല്ലെങ്കിൽ ആരാണ് ഈ പറഞ്ഞ 4 പേരും, ഡയറക്റ്റ്ലി ഉത്തരത്തിലേക്ക് തന്നെ എത്താൻ പറ്റും. ദേ ആർ ആക്ച്വലി റിലേറ്റഡ് ടു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ ഉത്തരമായിട്ട് വന്നത്. ഇതും ഈ ഒരു ചോദ്യം നോക്കിയാണെങ്കിലും ഡയറക്ട്ലി ഫ്രം NCERTs തന്നെയാണ് UPSC ഈ ഒരു ചോദ്യവും ചോദിച്ചിട്ടുള്ളത്. We'll move on to the next one. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും പേസ് ചോദ്യങ്ങൾ. 2022 നമ്മൾ വെറും കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് 6-7 പേർ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാൽ 23 വരുമ്പോൾ ഒത്തിരി പേർ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇതും. ക്വസ്റ്റ്യനിലേക്ക് വരാം. കൺസിഡർ ദ ഫോളോയിങ് പേസ്. സൈറ്റ് വെൽ നോൺ ഫോർ. ഫസ്റ്റ് വൺ, ബെസ്നഗർ Shaivite cave shrine, Baja Buddhist cave shrine, Sittanavasal Jain cave shrine. How many of the above pairs are correctly matched? Options like വരുമ്പോൾ only 1, only 2, 3, only 3 and D none. So ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് certain options ഇവിടെ ഒഴിവാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം സിത്തനവസൽ കേവ്സ് തന്നെയാണ്. നോക്കി, സിത്തനവസൽ കേവ്സ് ആണെങ്കിലും അതിൻ്റെ പെയിന്റിങ്സും വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്.
അത് നമ്മുടെ തമിഴ്നാട് ജില്ലയിലാണ് നമ്മുടെ സിത്തനവസൽ കേവ് വരുന്നത്. അത് ചൈനീസ് കേവ്സ് ആണെന്നുള്ളത് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തേർഡ് ഓപ്ഷൻ ഇവിടെ കറക്റ്റ് തന്നെയാണ്, സിത്തനവസൽ ജെയിൻ കേവ് തന്നെയാണ്. പക്ഷേ എന്നാൽ ബെസ്റ്റ് നഗറിന്റെ കാര്യത്തിലും ബാജിയുടെ കാര്യത്തിലും ഒരുപക്ഷെ നമുക്ക് സംശയം വന്നേക്കാം. ആദ്യമായി ബെസ്റ്റ് നഗറിലേക്ക് നമുക്ക് വരാം. നമുക്ക് ബെസ്റ്റ് നഗർ എന്തുകൊണ്ടാണ് ഫേമസ് ആയിട്ടുള്ളത്? ബെസ്റ്റ് നഗർ ഫേമസ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ നമ്മുടെ ഹീലിയോഡോറസിന്റെ തന്നെ പില്ലറാണ്. അതായത് ഹീലിയോഡോറസ് ആയിട്ടുള്ള ഗ്രീക്ക് ആയിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഭാഗവതീസവും അഥവാ നമ്മുടെ വൈഷ്ണവ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പില്ലർ പണിയുന്നുണ്ട്. അതായത് വിഷ്ണുവിന്റെ തന്നെ 10 അവതാരങ്ങളോടും ഒരു പ്രതീകമായിട്ട് അദ്ദേഹം ഒരു പില്ലർ പണിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഓർമ്മയുണ്ടെങ്കിൽ തന്നെ, അതൊരു ഷൈവൈറ്റ് കേവ് ആവാനല്ല കൂടുതലും ചാൻസ്. അതായത് ബെസ്റ്റ് നഗർ എന്ന് പറയുന്നത് ഇദ്ദേഹം അവിടെ പില്ലറോട് പണിതത് കൂടി, അതുപോലെ തന്നെ മറ്റു പല കേവ്സും അവിടെ ഉള്ളത് വൈഷ്ണവിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇവിടെ ഫസ്റ്റ് വൺ ഷൈവൈറ്റ് കേവ് അല്ല വരുന്നത്, ഇവിടെ ഇത് വൈഷ്ണവിസമാണ്. പക്ഷെ എന്നാൽ ബാജ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതായത് നമ്മുടെ മധ്യപ്രദേശിലൊക്കെ നമ്മൾ കാണുന്ന ബാജ കേവ് ബുദ്ധിസ്റ്റ് കേവ് ഷ്രൈൻ ആണോ അല്ലയോ എന്നുള്ളതിനുള്ള കൃത്യമായിട്ട് ഉത്തരം നമ്മൾക്ക് നമ്മുടെ NCERTയിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഒത്തിരി കേവ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചൈത്യ കേവ് നമ്പർ 12 ബാജ. നമ്മൾ നോക്കുമ്പോൾ ചൈത്യ ആർച്ചസ് ആയിക്കോട്ടെ അഥവാ ചൈത്യ കേവ്സ് ആണെങ്കിലും നമ്മൾക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ബുദ്ധിസത്തിൽ തന്നെയാണ്. ബിക്കോസ് ചൈത്യ വിഹാരങ്ങൾ തന്നെ കൂടുതലും കാണുന്ന ബുദ്ധിസത്തിലാണ്, ജൈനിസത്തിൽ കാണുന്നില്ല എന്നല്ല. പക്ഷെ എന്നാലും ചൈത്യ ആർച്ച് പോലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർച്ചുകളെല്ലാം തന്നെ നമ്മൾ കാണുന്നത് നമ്മൾ ബുദ്ധിസ്റ്റ് കേവ്സുകളാണ്. സോ ഈ ഒരു പിക്ചറോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷനോ NCERTയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ്ലി തന്നെ എന്തെടുക്കാൻ പറ്റും? ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. അതായത് സിത്തനവസലും അതുപോലെ തന്നെ ബാജ കേവുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബെസ്റ്റ് നഗർ ഇവിടെ റോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൺലി 2 പേഴ്സ് തന്നെയാണ് ഇവിടെ കറക്റ്റ് ഉത്തരം. ഈ ഒരു ഉത്തരമാണെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി NCERTs തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്കിനി ജോഗ്രഫിയിലേക്ക് വരാം. സോ ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ കൂടുതലും നമ്മൾ ചോദിക്കുന്നത് 8th സ്റ്റാൻഡേർഡ് NCERTയും അതുപോലെ തന്നെ നമുക്ക് +1 കാണുന്ന ഫിസിക്കൽ ജോഗ്രഫിയും തന്നെയാണ്. കൂടുതൽ UPSC എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മുടെ റിവേഴ്സിനെ കുറിച്ച്. നമ്മൾ 2022 നോക്കുകയാണെങ്കിൽ ഇൻഡസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും റിവേഴ്സിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചത്. ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിലും ജലും പോലെയുള്ള റിവേഴ്സിനെ കുറിച്ചിട്ട് UPSC ചോദ്യം ചോദിച്ചിട്ടുള്ളത് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ വിൽ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, Jhelum River passes through Volar Lake. Krishna River directly feeds Kolleru Lake. And finally, the third one, meandering of Gantak River forms the Kanwar Lake. So, എന്തുകൊണ്ട് UPSC ചോദ്യം ചോദിച്ചു എന്ന് വെച്ചാൽ എല്ലാം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റിവറുകളാണ്. കൃഷ്ണയുമായിക്കോട്ടെ, കൻവാർ അത്രയും ഫേമസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് അപ്രോച്ച് എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാക്കാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ എന്നാൽ ജെലും റിവറിനെ കുറിച്ചും കൃഷ്ണ റിവറിനെ കുറിച്ചും നമ്മൾ അറിയേണ്ടത് തന്നെ ആവശ്യമുണ്ട്. ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതായത് കൃഷ്ണ റിവർ ഡയറക്ട്ലി ഫീഡ്സ് കൊല്ലേറു ലേക്ക് എന്ന് പറഞ്ഞ ഒരുപക്ഷെ നമുക്ക് സംശയം വന്നേക്കാം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ആയിട്ട് ഫീഡ് ആവുന്നില്ല. അതായത് കൃഷ്ണയും ഗോദാവരിയും ഡെൽറ്റയുടെയും രണ്ടിൻ്റെയും നടുക്കാണ് നമ്മുടെ ഈ കാണുന്ന കൊല്ലേറു ലേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷൻ ഡയറക്ട്ലി ഫീഡ് ആവുന്നില്ല. അത് റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ എന്നാൽ തേർഡ് ഓപ്ഷൻ മിയാൻഡറിങ് ഓഫ് ഗണ്ടക് റിവർ അത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഇവിടെ പറയാൻ വന്ന കാര്യം സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷനും അല്ല. നമ്മുടെ ഈ ഫസ്റ്റ് ഓപ്ഷനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ വന്നിട്ടുള്ളത്. ജെലും റിവർ പാസസ് ത്രൂ ദ വോളാർ ലേക്ക്. ഇതിനുള്ള ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്? ഡയറക്ട്ലി ഫ്രം NCERTs തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് വായിക്കാം. The Jhelum River, an important tributary of Indus, rises from the spring Viring situated at the foot of Pir Panchal in the southeastern part valley of Kashmir. Second paragraph, it flows through Srinagar and the Volar Lake before entering Pakistan. എന്ന് കൃത്യമായിട്ട് തന്നെ നമ്മുടെ NCERTയിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് കാണാൻ പറ്റും. NCERT നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡയറക്ട്ലി നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ്റെ കേസിൽ ഉത്തരം എത്താൻ പറ്റുമായിരുന്നു. പക്ഷേ എന്നാൽ കൃഷ്ണ റിവറിനെ കുറിച്ച് ഡയറക്ട്ലി എന്നൊക്കെ പറയുന്ന ഒരു വാക്കുകൾ കൊടുത്തുകൊണ്ട് തന്നെ ഒരുപക്ഷെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്നുള്ള ഒരു ലോജിക് കൂടി നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ റോങ് ആക്കുകയും 1ഉം 3ഉം കറക്റ്റ് ആവുകയും അതുകൊണ്ട് തന്നെ ഓൺലി 2% ആണ് ഇവിടെ റൈറ്റ് ആൻസർ. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ജോഗ്രഫി ക്വസ്റ്റ്യൻ. പോർട്ടുകളെ കുറിച്ചാണ്. UPSC പലപ്പോഴും ഇത്തരം റോഡുകളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ വാട്ടർവേസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ മുൻകാല വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ നാഷണൽ ഹൈവേസ് എവിടേക്കാണോ പാസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ UPSC ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പോർട്ടുകളെ കുറിച്ചാണ് UPSC ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് പ്ലേസ്. പോർട്ട് കാമരാജർ പോർട്ട്,
well known as the first major port in India registered as a company. Second one, Mundra Port, the largest privately owned port in India. And finally, the third one, Visakhapatnam Port, the largest container port in India. സോ 3 പോർട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മൂന്നും എന്തിനാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. സോ ഇവിടെ കാമരാജർ പോർട്ടും മുണ്ട്ര പോർട്ടിനെ കുറിച്ചുമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്, ബിക്കോസ് അതിൻ്റെ സോഴ്സുകൾ NCERTയിൽ അല്ല കൊടുത്തിട്ടുള്ളത്. മുണ്ട്ര പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം അഡാനി ഏറ്റെടുക്കുകയും അഡാനി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഏക പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് പോർട്ട് എന്ന് പറയുന്നത് മുണ്ട്ര പോർട്ട് തന്നെയാണ്. ഞാനിവിടെ പറയാൻ വരുന്നത് വിശാഖപട്ടണം പോർട്ടിനെ കുറിച്ചാണ്. സോ വിശാഖപട്ടണം പോർട്ടിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെയുള്ള ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് എന്നാണ്. പക്ഷെ എന്നാൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ റോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ബിക്കോസ് അതിൻ്റെ ഇൻഫർമേഷൻ ആണെങ്കിലും നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ NCERTയിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ജവഹർലാൽ നെഹ്റു പോർട്ട് അറ്റ് Nhava Sheva was developed as a satellite port to relieve the pressure from Mumbai port. It is the largest container port in India. അതായത് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പോർട്ടാണ്. അതല്ലാതെ വിശാഖപട്ടണം പോർട്ട് അല്ല എന്ന് കൃത്യമായിട്ട് തന്നെ നമ്മുടെ NCERTസിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ചോദ്യവും UPSC NCERT തന്നെയാണ് സോഴ്സ് ആയിട്ടുള്ളത്. നിങ്ങൾ ഈ NCERT വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം തന്നെ ലഭിക്കുമായിരുന്നു. വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വായിച്ചു പോകാം. ജാക്ക് ഫ്രൂട്ട്, മഹുവ, തേക്ക്. ഹൗ മെനി ഓഫ് ദി അബോവ് ആർ deciduous trees? ഇതിലുള്ള ഏതൊക്കെ മരങ്ങളാണ് deciduous trees എന്നാണ് UPSC ചോദിച്ചിട്ടുള്ളത്. സോ യു ഹാവ് 4 ഓപ്ഷൻസ്, ഓൺലി 1, 2, all 3 and none. ഇതും വളരെ എളുപ്പത്തിൽ നമ്മുടെ NCERT ഫിസിക്കൽ ജോഗ്രഫിയിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ തേക്ക് എന്ന് പറയുന്നത് deciduous ട്രീ ആണെന്ന് പലപ്പോഴായി പല NCERTകളിലും UPSC കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മഹുർ ആണെങ്കിലും പല NCERTസിലും UPSC കൊടുത്തിട്ടുണ്ട്. ജാക്ക് ഫ്രൂട്ടിൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നമ്മുടെ നാട്ടിലെ പ്ലാവൊക്കെ അങ്ങനെ അതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോകാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ കിട്ടും. ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു എവർഗ്രീൻ ട്രീ ആണ്. അതൊരിക്കലും ഒരു deciduous ട്രീ ആവുന്നില്ല. അതിൻ്റെ ഇലകളൊന്നും അങ്ങനെ കൊഴിഞ്ഞു പോകാറുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ജാക്ക് ഫ്രൂട്ട് എവർഗ്രീൻ ട്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഒഴിവാക്കാം. എന്നാൽ തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സാൽ പീപ്പൽ അതുപോലെ എല്ലാം deciduous ട്രീ ആണ്. അതുപോലെ തന്നെ മഹുർ ആണെങ്കിലും deciduous ട്രീ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഓൺലി 2% തന്നെയാണ് റൈറ്റ് ആൻസർ. നൗ ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. UPSC ഇവിടെ പല ഫാക്റ്റുകളും നമ്മൾ അറിയേണ്ടിയിരിക്കാത്ത പല ഫാക്റ്റുകളും എല്ലാം തന്നെ കുഴപ്പിച്ച് ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും, ചോദ്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സോ വിത്ത് റെഫറൻസ് ടു ഇന്ത്യസ് പ്രൊജക്ട്സ് ഓൺ കണക്ടിവിറ്റി, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ അണ്ടർ ഗോൾഡൻ quadrilateral project contains Dibrugarh and Surat. The trilateral highway connects Moria in Manipur and Chiang Mai in Thailand in Myanmar. ഒത്തിരി ഫാക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേർഡ് വൺ, ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, മ്യാൻമർ economic corridor connects Varanasi in Uttar Pradesh and Kunming in China. സോ നമ്മൾക്ക് ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റേറ്റ്മെൻറ്റ്സിലും ഒത്തിരി ഫാക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒത്തിരി ഫാക്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവാനാണ് സാധ്യത കൂടുതൽ. ബിക്കോസ് 1, 2, 3 ഫാക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2-ലധികം ഫാക്റ്റുകൾ കൊടുത്തിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിലേതെങ്കിലും ഒരു ഫാക്റ്റ് റോങ് ആയാൽ മതി ആ ഒരു ചോദ്യം റോങ് ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒന്നും അറിയില്ലെങ്കിലും ഒത്തിരി ഫാക്റ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിട്ട് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ഒരു ബെറ്റർ ലോജിക്കൽ തിങ്കിങ്ങിൽ നമ്മൾ പറയാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും ഈ ഒരു ചോദ്യം UPSC എന്തുകൊണ്ട് ചോദിച്ചു എന്ന് വെച്ചാൽ ഇതിലൊരു കറണ്ട് അഫയേഴ്സ് എലമെൻറ്റ് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് എലമെൻറ്റിന് പുറമെ ഈ ഒരു ചോദ്യം നമ്മൾക്ക് എന്താണ് NCERTയിൽ കൂടി കാണാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ അണ്ടർ ഗോൾഡൻ കോർഡിനേറ്റർ പ്രോജക്ട് കറക്റ്റ് ദിബ്രുഗറും സൂറത്തും, അതായത് ഗുജറാത്തിലെയും അരുണാചൽ പ്രദേശിലെയും സ്ഥലങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത് എന്നാണ് UPSC ഇവിടെ പറയുന്നത്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരം നമുക്ക് ഇവിടെ NCERTയിൽ തന്നെ സോഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ വായിക്കാം, ദ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ കണക്ടിങ് സിൽച്ചാർ, അതായത് ആസാമിലുള്ള സിൽച്ചാറിനെയാണ് അത് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് സൂരത്തിനല്ല കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ഗാന്ധിജി തന്നെ ജനിച്ചിട്ടുള്ള പോർബന്ദർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെയാണ് അത് കണക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഫാക്റ്റ് ആണെങ്കിലും UPSC ഡയറക്റ്റ്ലി ഫ്രം NCERTs തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എന്നാൽ ബാക്കി 2 ഓപ്ഷനും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് രണ്ടും NCERTs എന്നല്ല ചോദിച്ചിട്ടുള്ളത്. അത് രണ്ടും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ട്രൈലാറ്ററൽ ഹൈവേ കണക്ട്സ് മൊറിയ ഇൻ മണിപ്പൂർ തന്നെയാണ്. പക്ഷെ എന്നാൽ ചിയാങ് മൈ ഇൻ തായ്ലൻഡിലല്ല ആ ഒരു ഹൈവേ പോകുന്നത്, അത് മാവോസെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. ഇവിടെയും UPSC നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എൻഡിങ് ആയിട്ടുള്ള
ചിയാങ്മയിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണമായിരുന്നു. കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു അത്. ഞാനത് റോങ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു മണിപ്പൂർ ആയിരിക്കില്ല അല്ലെങ്കിൽ മിസോറാം വല്ലതും ആയിരിക്കും എന്നാണ് വിചാരിച്ചാണ് ഞാൻ കൊടുത്തത്. പക്ഷെ എന്തായാലും ഓപ്ഷൻ റോങ് തന്നെയായിരുന്നു. UPSC പക്ഷേ ഇന്ത്യയിലുള്ള സ്ഥലമല്ല തെറ്റിച്ചിട്ടുള്ളത്. മിയാങ്ഷയ്ക്ക് പകരം മൈസോ എന്ന് പറയുന്ന തായ്ലൻഡിലുള്ള സ്ഥലത്താണ് UPSC ഇവിടെ റോങ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ വരുമ്പോഴും ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, മ്യാൻമാർ എക്കണോമിക് കോറിഡോർ കണക്ട്സ് വാരണാസി ഇൻ ഉത്തർപ്രദേശ് അല്ല വരുന്നത്. വാരാണസിയിലല്ല ഇവിടെ കണക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്ത് തന്നെ ശരിയാക്കാമായിരുന്നു. ഇത് ഇന്ത്യയിൽ തന്നെയുള്ള കൊൽക്കത്തയിലാണ് അഥവാ കൽക്കത്തയിലാണ് ഈ ഒരു സ്ഥലം കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ 3 ഓപ്ഷനും റോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി നൺ ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ളത്. ഇവിടെയും പൂർണ്ണമായിട്ടും NCERT സോഴ്സ് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ കൂടി ഇവിടെ ഒരു ഓപ്ഷൻ ഡയറക്ട്ലി സോഴ്സ് ഫ്രം NCERTs തന്നെയാണ്. അതുപോലെ മറ്റൊരു ജോഗ്രഫി ചോദ്യത്തിലേക്ക് കൂടി വരാം. ഇവിടെ with reference to Earth's atmosphere, which one of the following statements is correct? എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ, the total amount of insolation received at the equator is roughly about 10 times of that received at the poles. Second one, infrared rays constitute roughly 2/3 of insolations. Third one, infrared rays are largely absorbed by water vapor that is concentrated in the lower atmosphere. Fourth one, infrared rays are part of visible spectrum of the electromagnetic waves of solar radiation. സോ ഇവിടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരമാണെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി NCERTs തന്നെ നമുക്ക് കിട്ടാൻ പറ്റും. അതായത് നമുക്കിവിടെ ഓപ്ഷൻസ് 3 നിങ്ങൾക്ക് ഇവിടെ നോക്കാം. Infrared rays are largely absorbed by water vapor that is concentrated in the lower atmosphere. ഇതേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മുടെ NCERTയിൽ തന്നെ കാണാൻ പറ്റും. അതായത് വാട്ടർ വേപ്പറിനെ കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. വാട്ടർ വേപ്പർ ഓൾസോ ഡിക്രീസസ് ഫ്രം ഇക്വേറ്റർ ടുവേർഡ്സ് ദ പോൾസ്. ഇറ്റ് ഓൾസോ അബ്സോർബ്സ് പാർട്സ് ഓഫ് ദി ഇൻസോലേഷൻ ഫ്രം ദി സൺ ആൻഡ് പ്രിസർവ്സ് ദി എർത്ത്സ് റേഡിയേറ്റഡ് ഹീറ്റ്. ഇതേ ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മൾക്ക് എന്ത് കാണാൻ പറ്റുന്നത്? നമ്മളിവിടെ തേർഡ് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്ന ഇൻഫ്രാറെഡ് റേസ് ആർ ലാർജ്ലി അബ്സോർബ് ബൈ വാട്ടർ വേപ്പർ ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. ഇവിടെ വാട്ടർ വേപ്പർ ലോവർ അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളത്. അത് നമ്മൾക്കറിയാം. അതുപോലെ തന്നെ NCERTയിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്രാറെഡ് റേസ് കൂടുതലും നമ്മുടെ ഇതേ വാട്ടർ വേപ്പർ തന്നെ അബ്സോർബ് ചെയ്യുകയും ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള ചൂട് നിലനിർത്താൻ വേണ്ടി സഹായിക്കും എന്ന് NCERT പറയുന്നുണ്ട്. അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് UPSC 2023 ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു ചോദ്യം നോക്കുകയാണെങ്കിലും ഡയറക്ട്ലി ഫ്രം NCERTs തന്നെയാണ് UPSC ഇവിടെ സോഴ്സ് ചെയ്തിട്ടുള്ളത്. We'll move on to the next question. Consider the following statement. In a seismograph, P waves are recorded earlier than S waves. Second one, in P waves, the individual particles vibrate from to and fro in the direction of the wave propagation, whereas in S waves, or surface waves, the particles vibrate up and down at right angles to the direction of the wave's propagation. ഇവിടെയും നമ്മുടെ വോൾക്കാനിസം അഥവാ നമ്മുടെ ഭൂമിയുടെ ഇൻറ്റീരിയർ, നമ്മുടെ എർത്ത്ക്വേക്സിനെ കുറിച്ചൊക്കെയാണ് UPSC ചോദിച്ചിട്ടുള്ളത്. UPSC എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ മെയിൻസിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ ക്ലൈമറ്റോളജി, ഓഷ്യനോഗ്രഫി, അതുപോലെ തന്നെ നമ്മൾ ഈ ചോദ്യം കാണുന്ന ജിയോമോർഫോളജി പോലുള്ള ഏരിയാസ്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇൻ എ സീസ്മോഗ്രാഫ് P waves are recorded earlier than S waves എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഫ്രം NCERTs തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. The P waves, second sentence നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. The P waves move faster and are the first to arrive at the surface. P waves ആദ്യം വരുന്നത് കൊണ്ടാണ് അതിനെ പ്രൈമറി വേവ്സ് എന്ന് വിളിക്കുന്നത് എന്ന് തന്നെ NCERTയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആദ്യം വരുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ പ്രൈമറി വേവ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ അഥവാ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ്ലി NCERTs തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ സെക്കൻഡ് ഓപ്ഷൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ ഒരു ഉത്തരം NCERTയിൽ ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ അതാണെങ്കിലും നിങ്ങൾ അറിയേണ്ട തന്നെ ആവശ്യമുണ്ടായിരുന്നു. P waves എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഇൻ ദ പ്രൊപ്പഗേഷൻ, അതായത് ആ ടു ആൻഡ് ഫ്രോവിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ സർഫേസ് വേവ്സ് ആണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ റൈറ്റ് ആംഗിൾസിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് സർഫേസ് വേവ്സ് കൂടുതലും ഡിസ്ട്രക്റ്റീവ് കൂടി ആവുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആവുന്നതും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉത്തരം ഡയറക്റ്റ്ലി NCERTs തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ബോത്ത് 1 and 2 തന്നെയാണ് ഇവിടെ റൈറ്റ് ആൻസർ. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ 2023 ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്നാൽ 2022 നോക്കുമ്പോഴാണെങ്കിലും നമ്മൾക്ക് അവിടെയും ഒരു 20 തൊട്ട് 30 ചോദ്യങ്ങൾ തന്നെ ഡയറക്റ്റ്ലി ഫ്രം NCERT സോഴ്സ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 2021 നോക്കുകയാണെങ്കിലും UPSCയുടെ മിക്ക ചോദ്യങ്ങളും സോഴ്സ് ചെയ്തിട്ടുള്ളത് ഇതേ NCERTയിലുള്ള ബോക്സുകൾ തന്നെയാണ്. സോ ആസ് ഓൾ ഓഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ 2024 പ്രിലിംസ്, നിങ്ങൾ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. NCERTsന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പോയിട്ട് എല്ലാ NCERTസിൻ്റെയും എസ്പെഷ്യലി അതിൻ്റെ NCERTസിൽ തന്നെ കൊടുത്തിട്ടുള്ള ബോക്സുകളായിക്കോട്ടെ, ബോക്സുകളുടെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത് ഈ ഒരു ചോദ്യങ്ങൾ മാത്രമല്ല. ഇപ്പം നമ്മുടെ UPSC തന്നെ ചോദിച്ചിട്ടുള്ള യോഗയെക്കുറിച്ചൊരു ചോദ്യങ്ങൾ. സോ നമ്മളിപ്പോൾ എടുത്ത ഒത്തിരി ജോഗ്രഫി ചോദ്യങ്ങൾ തന്നെയാണ്. ജോഗ്രഫി ചോദ്യങ്ങളിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമുക്കിവിടെ മിഡീവൽ ഹിസ്റ്ററിയുമായിട്ടുള്ള ഒരു ചോദ്യം കൂടി നമുക്കിവിടെ നോക്കാം. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ വായിക്കാം, തുംഗഭദ്രയും അതുപോലെ തന്നെ വിജയനഗര സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. തുംഗഭദ്രയെക്കുറിച്ചും UPSC മുമ്പും ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ഏത് സിവിലൈസേഷനാണ് നമ്മുടെ തുംഗഭദ്ര അഥവാ ഹംപിയുടെ തലസ്ഥാനമായിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ UPSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബന്ധപ്പെട്ട് തന്നെ ഒരു ഡാമിനെ കുറിച്ചാണ് UPSC ഇവിടെ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഡാം പണിതിട്ടുള്ള ഒരു റൂളറിനെ കുറിച്ചാണ് UPSC ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ വായിക്കാം, Whom among the following rivers of the Vijayanagara Empire constructed a large dam across the Tungabhadra river and a canal cum aqueduct several kilometers long from the river to the capital city? ഈ 4 പ്രധാനപ്പെട്ട റൂളറുകളിൽ, അതായത് ദേവരയ്യ ഒന്നാമൻ, മല്ലികാർജുന, വീരവിജയ, വീരപക്ഷ, ഈ 4 പേരിൽ ആരാണ് ഈ ഡാം പണിതിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഡയറക്റ്റ്ലി നമുക്ക് NCERTs നിന്ന് ലഭിക്കില്ല. അവിടെ UPSC കുറച്ചും കൂടി ഒരു നമ്മൾ ഡെപ്ത് ആയിട്ട് പോകണം. അതായത് UPSC എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ ഏതൊരു വിഷയത്തെക്കുറിച്ച് കാണുമ്പോഴും അതിനെക്കുറിച്ച് ഒരു എക്സ്ട്രാ തോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതായത് ഒരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി ഒരു ആസ്പിറൻ്റ് ഉണ്ടോ എന്ന് പലപ്പോഴും UPSC പരീക്ഷിക്കാറുണ്ട്. അതേ ഒരു പരീക്ഷണം തന്നെ UPSC ഈ ഒരു ചോദ്യം ചോദിച്ചതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ സോഴ്സ് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഞാൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും, ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗരയും, അതായത് വിജയനഗരയെ കുറിച്ചിട്ടും NCERT തന്നെയാണ് ഇവിടെയും സോഴ്സ് ഉള്ളത്. അതിൻ്റെ വാട്ടർ റിസോഴ്സിനെ കുറിച്ചും NCERTയിൽ തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്. സോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. വാട്ടർ ഒരു ടാങ്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സച്ച് ടാങ്ക് വാസ് ബിൽറ്റ് ഇൻ ദ ഏർലി ഇയേഴ്സ് ടു ദ 15th century ആൻഡ് ഇറ്റ് ഈസ് നൗ കോൾഡ് ദി കമലാപുരം ടാങ്ക്. Water from this tank not only irrigated fields nearby but also conducted through a channel to the royal center. ഒരു ചാനൽ വഴി റോയൽ സെൻറ്ററിലേക്ക് കണക്ട് ആവുകയാണ്. One of the most important water works to be seen among the ruins is the Hiriya Canal. കനാലിനെ കുറിച്ചാണ് പറയുന്നത്. This canal drew water from a dam across the Tungabhadra and irrigated the cultivated valley that is separated from the sacred center from the urban core. This was apparently built by the kings of Sangama dynasty. അതായത് UPSC ചോദിച്ചത് ഒരു ഡാമിനെ കുറിച്ചും അത് ആര് പണിതു എന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ ഡാമിൻ്റെ വിശേഷണങ്ങളും അതിനെക്കുറിച്ച് ഹിരിയ കനാലും അതുപോലെ തന്നെ കമലാപുരം ടാങ്കിനെ കുറിച്ചൊക്കെ, അതായത് UPSC ചോദിച്ച കനാലിനെ കുറിച്ചും ടാങ്കിനെ കുറിച്ചൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്ത് പറയുന്നില്ല ഈ NCERTസിൽ, ഏത് രാജാവാണ് പണിത് എന്ന് പറയുന്നില്ല. പകരം എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സംഗമ ഡൈനാസ്റ്റി അഥവാ വിജയനഗര എന്ന് പറയുന്ന 4 ഡൈനാസ്റ്റികളാണല്ലോ. സംഗമ, സലുവ, തുളുവ, അരബിഡു എന്ന് പറയുന്ന 4 ഡൈനാസ്റ്റികളാണ്. ഈ 4 ഡൈനാസ്റ്റിയിൽ തന്നെ പെട്ട സംഗമ ഡൈനാസ്റ്റിയിലെ ഒരു റൂളറാണ് പണിതത് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു NCERT സെൻറ്റൻസ് വായിച്ചപ്പോൾ നമ്മൾ എന്തുകൂടി എക്സ്ട്രാ സെർച്ച് ചെയ്യണമായിരുന്നു, ആരാണ് ഈ ഡാം പണിതിട്ടുള്ളത് എന്നുള്ളൊരു എക്സ്ട്രാ സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വർക്ക് നമ്മൾ പുട്ട് ചെയ്യണമായിരുന്നു. സോ അത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് അറിയാൻ പറ്റും, സംഗമ ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ റൂളർ ദേവരയ്യ ഒന്നാമൻ തന്നെയാണ്. സോ ഇതേ ദേവരയ്യ ഒന്നാമൻ തന്നെയാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളതും. സോ പലപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് NCERTസിൽ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ എന്താണ് നമ്മളെ കൊണ്ട് തന്നെ പലപ്പോഴും സെർച്ച് ചെയ്യിപ്പിക്കുന്ന, അതായത് നമ്മളിവിടെ കണ്ട പോലെ തന്നെ നമ്മളെ കൊണ്ട് തന്നെ പലപ്പോഴും UPSC സർട്ടൻ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്, അല്ല സെർച്ച് ചെയ്യണമെന്ന് UPSC ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളും UPSC പലപ്പോഴായി ചോദിക്കാറുണ്ട്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലാ പ്രിലിംസ് ആണെങ്കിലും ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് 2023 മുഴുവൻ ചോദ്യങ്ങളാണെന്ന് പറയുന്നില്ല. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മളിവിടെ കാണിച്ചിട്ടില്ല.
ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മിക്ക ചോദ്യങ്ങൾ എപ്പോഴും വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന 11th NCERT തന്നെയാണ്. അതിലെ ചോദ്യങ്ങൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ള. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടി ഒരു ക്യൂരിയോസിറ്റി വരുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഫാസിനേഷൻ തോന്നുന്ന ചോദ്യങ്ങൾ മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഡയറക്ട്ലി ഫ്രം ലക്ഷ്മികാന്ത് എന്നാണെങ്കിലും NCERTs അത് ഡയറക്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. അതിവിടെ കൂടുതലും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2023-24 പ്രിലിംസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ റീവൈൻഡ് ചെയ്തിട്ട് തന്നെ നിങ്ങളെല്ലാവരും എന്ത് തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. NCERTs എല്ലാം തന്നെ വളരെ ഡീപ്പായിട്ട്, അതായത് 6th to 12th വരെയുള്ള എല്ലാ NCERTസും മോസ്റ്റ്ലി ജോഗ്രഫി, ഏൻഷ്യൻ മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ NCERTസും വളരെ ഡീപ്പായിട്ട് തന്നെ ബോക്സുകളിലാണെങ്കിലും ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആണെങ്കിലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയും അതിൻ്റെ നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പല അക്കാഡമികളും അതിൻ്റെ NCERTs നോട്ട്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു നോട്ടിൽ അവർ ആ ബോക്സിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വായിച്ചാലും മതി. പക്ഷെ എന്നാൽ ബോക്സിലുള്ള ഇൻഫർമേഷൻസ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്യണം, ആ ബോക്സുകൾ എല്ലാം തന്നെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കേണ്ട ആവശ്യമുണ്ട്. സോ ഇവിടെ 2023 പ്രിലിംസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. 2022 ആണെങ്കിലും 21 ആണെങ്കിലും ഞാനെല്ലാം നോക്കിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും വീണ്ടും അതേ ക്വസ്റ്റ്യൻസ് കാണിച്ച് ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അത്രയും ചോദ്യങ്ങൾ കാണിക്കാതിരിക്കുന്നത്. പക്ഷെ എന്നാൽ കൂടി ഞാൻ പറയട്ടെ, 2022ഉം 21ഉം എല്ലാം തന്നെ നോക്കിയാണെങ്കിലും ഇതേപോലുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് NCERT തന്നെ സോഴ്സായിട്ട് UPSC എടുത്തിട്ടുള്ളത് കാണാം. അതിൻ്റെ 2-3 എക്സാമ്പിൾസ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് ദ ടേം സ്റ്റേറ്റ്. 2021 ചോദ്യമായിരുന്നു. ഇതിലേതാണ് സ്റ്റേറ്റ്, അഥവാ നമ്മൾ ഗവൺമെൻറ് സ്റ്റേറ്റ് എന്നൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ഇതിലേതാണ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ, എ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് പെർമനൻ്റ്ലി occupying a definite territory independent of external control and possessing an organized government. Second one, a politically organized people of a definite territory and possessing an authority to govern them, to maintain law and order, to protect their natural rights and safeguard the means of subsistence. Third one, a number of persons who have been living in a definite territory for a very long time with their own culture, tradition and government. And finally, the fourth option, a society not permanently living in a definite territory with a central authority, executive responsible to the central authority and independent judiciary. സോ ഇതിൻ്റെ ഒരു ചോദ്യം നോക്കിയാണെങ്കിലും സ്റ്റേറ്റ് എന്ന് പറയുന്ന പൊതുവെ 4 കാര്യങ്ങളാണല്ലോ. യു ഹാവ് സോവറിറ്റി, യു ഹാവ് ഗവൺമെൻറ്, യു ഹാവ് പോപ്പുലേഷൻ ആൻഡ് യു ഹാവ് എ ഡെഫിനറ്റ് ടെറിട്ടറി. ഈ 4 കാര്യങ്ങളും നമ്മുടെ ഇതേ NCERTയിൽ തന്നെ നമ്മൾക്ക് ഇവിടെ കൊടുത്തിട്ട് കാണാൻ പറ്റും. അതായത് 11th വർക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന NCERTയിൽ തന്നെ കൊടുത്തിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം, The state is often used in this chapter. This does not refer to state governments. Rather, when we use the state, we are trying to distinguish from the government. The government is responsible for administering and enforcing laws. The government can change elections. The state, on the other hand, refers to a political institution that represents a sovereign people which occupies a definite territory. അതായത് സോവറിൻ ആണ്, അതുപോലെ തന്നെ ഡെഫിനറ്റ് ടെറിട്ടറി ഉണ്ട് എന്ന് കൃത്യമായിട്ട് തന്നെ UPSC പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിവിടെ ഓപ്ഷൻ A തന്നെയാണ് നമ്മൾക്കിവിടെ ഉത്തരമായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾക്ക് നോക്കാം, 2022 UPSC ചോദിച്ചാണ് രാമാനുജനുമായിട്ട് ബന്ധപ്പെട്ട, ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു അവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ചോദ്യം, the world's second tallest statue in sitting pose of Ramanuja was inaugurated by the Prime Minister at Hyderabad recently. Which one of the following statements correctly represents the teaching of Ramanuja? രാമാനുജനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ടീച്ചിങ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വി ഹാവ് 4 ഓപ്ഷൻസ് ഹിയർ. ഫസ്റ്റ് വൺ, ദ ബെസ്റ്റ് മീൻസ് ഓഫ് സാൽവേഷൻ വാസ് ഡിവോഷൻ. വേദാസ് ആർ എറ്റേണൽ, സെൽഫ് എക്സിസ്റ്റന്റ് ആൻഡ് ഹോളി അതോറിറ്റേറ്റീവ്. തേർഡ് വൺ, ലോജിക്കൽ ആർഗ്യുമെന്റ്സ് വർ എസെൻഷ്യൽ മീൻസ് ഫോർ ദ ഹയസ്റ്റ് ബ്ലിസ്. സാൽവേഷൻ വാസ് ടു ബി ഒബ്റ്റെയിൻ ത്രൂ മീഡിയേഷൻ എന്നാണ് പറയുന്നത്. സോ ഭക്തി മൂവ്മെൻറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ തന്നെ ഭക്തി മൂവ്മെൻറ്റ് മുമ്പോട്ട് വെക്കുന്നത് കൂടുതലും ഡിവോഷനിലൂടെ നമുക്ക് സാൽവേഷൻ ലഭിക്കുമെന്ന് തന്നെയാണ്. പക്ഷേ രാമാനുജൻ അത് പറഞ്ഞിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് NCERTസിൽ തന്നെ നമ്മളിവിടെ നോക്കിയാൽ മതി. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഫിലോസഫി ആൻഡ് ഭക്തി. രാമാനുജ, born in Tamil Nadu in the 11th century, was deeply influenced by Alvas. According to him, the best means of attaining salvation was through intense devotion of Vishnu.
അതായത് UPSC എന്ത് വാക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ദ ബെസ്റ്റ് മീൻസ് ഓഫ് സാൽവേഷൻ വാസ് ഡിവോഷൻ. അതേ വാക്ക് തന്നെയാണ് നമ്മൾക്ക് എന്ത് കാണുന്നത്. അതായത് NCERTസിലുള്ള ഡയറക്റ്റ് എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എന്ത് UPSC അതെടുക്കുകയും അത് നമ്മുടെ പ്രിലിംസിൽ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഇത് ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. അക്കോർഡിംഗ് ടു ഹിം ദ ബെസ്റ്റ് മീൻസ് ഓഫ് അറ്റൈനിങ് സാൽവേഷൻ വാസ് ത്രൂ ഇൻറ്റൻസ് ഡിവോഷൻ. അത് തന്നെയാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ടുള്ളത്. സോ ആസ് ഐ ഓൾറെഡി സെഡ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യവും നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പൊതുവെ നമ്മളെല്ലാവരും NCERTസിനെ പലപ്പോഴും തള്ളിക്കളയാറുണ്ട്. അതായത് വളരെ 6th-ലെയും 7th-ലെയും NCERTs. പക്ഷെ എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. 6th-ലുള്ള NCERTs വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡയറക്റ്റ്ലി തന്നെ തമിഴ്നാട് SCERTയോ അല്ലെങ്കിൽ RSRമോ വായിച്ചാൽ മതി എന്നുള്ളൊരു മിഥ്യാധാരണകളോ തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ UPSC സർക്കിളിൽ തന്നെയുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, UPSC എപ്പോഴും സോഴ്സ് ആയിട്ട് എടുക്കുന്നത് ഇത് നമ്മുടെ ചെറിയ ക്ലാസ്സിലെ NCERTസിലാണെങ്കിലോ വലിയ ക്ലാസ്സിലെ NCERTസിലാണെങ്കിലോ എല്ലാം തുല്യമായി തന്നെയാണ്. NCERTകൾ UPSC ഇറക്കുന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇറക്കുന്നതുകൊണ്ട് കൂടി തന്നെ വളരെ ഒതൻറ്റീവ് ആയിട്ടുള്ള സോഴ്സാണ്, വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സോഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും 30 to 40% ഓഫ് ദി ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇത്തരം NCERTs തന്നെ നമുക്ക് ലഭിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും തന്നെ NCERTs വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയും NCERTയിലുള്ള ബോക്സുകളായിക്കോട്ടെ, NCERTയുടെ പ്രിയാമ്പിൾ, ജനഗണമന എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മാത്രമേ 2024 പ്രിലിംസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അഥവാ കട്ട് ഓഫിനും നല്ലൊരു ഉയർന്ന മാർക്കിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ I hope you enjoyed the session. Thank you.